മുസ്ലിം ലീഗ് ഇന്ത്യ പാക് വിഭജനം അവരുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിച്ചതിന് ശേഷം 40കളിൽ ഗാന്ധിജി പറയുന്ന ഒരു കാര്യം, അതിനെ ബലം മൂലം നിരോധിക്കാനോ തടയാനോ എനിക്ക് കഴിയില്ല, പക്ഷെ എൻ്റെ ധാർമ്മിക ശക്തിയുടെയും ഈ നാട്ടിലെ മനുഷ്യരുടെ മൂല്യബോധത്തിൻ്റെയും ബലത്തിൽ എന്നാൽ ആകുന്നത്ര ശക്തിയോടെ ഞാൻ ഇതിനെ ചെറുക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നടക്കുമെന്നാണ് ഗാന്ധിജി കരുതിയിരുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ വിഭജനം എന്നത് ഇന്ത്യയിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അക്കാലത്തെ ഒരു രാഷ്ട്രീയ നേതാവിനും ഭരണ നേതൃത്വത്തിനും ഇല്ലാത്ത ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന മിക്കവാറും ഒരേ ഒരാൾ ഗാന്ധിജിയാണ്. പഞ്ചാബ് വിഭജിക്കുമ്പോൾ അതിർത്തിയിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ 8-10 ലക്ഷം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വരും എന്നായിരുന്നു ഭരണ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. മുസ്ലിം ലീഗ് ഇന്ത്യ പാക് വിഭജനം അവരുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിച്ചതിന് ശേഷം 40കളിൽ ഗാന്ധിജി പറയുന്ന ഒരു കാര്യം, അതിനെ ബലം മൂലം നിരോധിക്കാനോ തടയാനോ എനിക്ക് കഴിയില്ല, പക്ഷെ എൻ്റെ ധാർമ്മിക ശക്തിയുടെയും ഈ നാട്ടിലെ മനുഷ്യരുടെ മൂല്യബോധത്തിൻ്റെയും ബലത്തിൽ എന്നാൽ ആകുന്നത്ര ശക്തിയോടെ ഞാൻ ഇതിനെ ചെറുക്കും